ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിറിയൻ നോവലിസ്റ്റായ ഖലീദ് ഖലീഫയുടെ ഡെത്ത് ഈസ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഓക്കെ, ഇത് 2016 പബ്ലിഷ് ചെയ്യുന്നത്, അറബിക്കിലാണ്. അതിനുശേഷം ഇത് ഇംഗ്ലീഷിലേക്ക് 2019 പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കുന്നത് സിറിയയിലാണ്. സിറിയയിൽ ആഭ്യന്തര യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട്. സിറിയയിൽ മിക്കവാറും ഒക്കെ നമ്മൾ ന്യൂസിൽ കാണാറുണ്ടല്ലോ, സിവിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. നമുക്ക് പിന്നീട് പറയാം ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് 3 സിബ്ലിങ്സ്, ബുൾബുൾ, ഹുസൈൻ, ഫാത്തിമ, ഈ 3 പേരുടെ ജേണിയാണ്. എന്താണെന്നറിയോ, അവരുടെ ഫാദറിൻ്റെ ഫൈനൽ വിഷായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചിതാഭസ്മം എന്നല്ല, സോറി, അദ്ദേഹത്തിൻ്റെ ബറി ചെയ്യുന്നത് പുള്ളിയുടെ സിസ്റ്ററിൻ്റെ അടുത്തായ ലൈലയുടെ അടുത്ത് വേണം, അനബിയ എന്ന് പറയുന്ന അവരുടെ ഹോം ടൗണിൽ വേണം ബറി ചെയ്യാൻ. ആ ഒരു അവസാനത്തെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ബൽബലും ഹുസൈനും ഫാത്തിമയും കൂടി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതാണ് ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. The normally short drive turns into a few days journey full of stress and violence as they must travel through warring territory with constant checkpoints they have stopped at. അപ്പോൾ അവർക്ക് പൊതുവേ കുറച്ചു നേരത്തെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അവിടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സിവിൽ വാർ നടക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. The novel was one of the finalists of National Book Awards and has been notably reviewed by sources like the Wall Street Journal, the Los Angeles Times, etc. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. Death is Hard Work was written in the light of ongoing civil war, Syrian civil war. അതായത് ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള ആൾക്കാർ അവർക്ക് തന്നെ ഇപ്പം ഡിക്റ്റേറ്റർഷിപ്പിനെതിരെയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പാക് ഇന്ത്യൻ കോൺഫ്ലിക്റ്റ് നടക്കുകയല്ലേ, അതിൻ്റെ ബേസിൽ ഞാൻ പറയാം. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെതിരെ, അവിടെ സ്വന്തം മദർ കൺട്രിക്കെതിരെ അവർ കോൺഫ്ലിക്റ്റ് നടത്തുകയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിനകത്തുണ്ടാവുന്ന പ്രൊട്ടസ്റ്റുകളെ അറിയപ്പെടുന്ന പേരാണ് സിവിൽ വാർ. Multiple military sectors were competing for the upper hand, making civilian life dangerous as towns and roads become war zones. അപ്പോൾ അതിനകത്ത് തന്നെ പല മിലിറ്ററി സെക്ടേഴ്സ് അവർക്ക് അപ്പർ ഹാൻഡ്സ് വേണം എന്ന് പറഞ്ഞിട്ട് യുദ്ധം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കാരണം സിവിലിയൻസിൻ്റെ ലൈഫ് ഭയങ്കര കഷ്ടത്തിലാവുകയാണ്. In 2013, during the difficult and violent conflict, author Khalid Khalifa suffered a heart attack. He was temporarily bed-bound in a hospital. During the time, he reflected the constant noise of bombs bursting in the background on the question of what would happen to his body if he were to die during this wartime. His reflections resulted in this novel focused on familial conflicts regarding a corpse needing burial within a war zone. ഓക്കെ, അപ്പം ഈ പുള്ളിക്ക് പേഴ്സണലായിട്ട് ഉള്ളൊരു ഇൻസിഡൻറ്റ്, ഹാർട്ട് അറ്റാക്ക് വരുന്നു. അപ്പോൾ പുള്ളി മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോപ്സ്, ശവശരീരം എന്തായിരിക്കും ചെയ്യേണ്ടത്, അതിലൂടെ ആ ഒരു പ്ലോട്ടിലൂടെ ഒരു സ്റ്റോറി കൊണ്ടുവരികയാണ്. ഓൾസോ ഒരു ഫാമിലിയൽ കോൺഫ്ലിക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഒരു വാർ ടൈമിൽ കാണാൻ പറ്റുന്ന ജനങ്ങളുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് ഈ ഒരു ചെറിയ പ്ലോട്ടിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലോട്ട് സമ്മറി നോക്കാം. മെയിൻലി ക്യാരക്ടർ നമ്മൾ പറഞ്ഞല്ലോ, ബുൾബുൾ, ഹുസൈൻ, ഫാത്തിമ എന്ന് പറയുന്ന 3 സിബ്ലിങ്സ് ആണ്. ഈ ബുൾബുളിനോടാണ് അവരുടെ ഫാദർ അവസാനമായിട്ട് ആഗ്രഹം പറയുന്നത്. ഹുസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പാട്രിയാർക്കൽ ആയിട്ടുള്ള, കുറച്ച് സ്ട്രോങ്, കറേജിയസ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഫാത്തിമ a normal girl in a patriarchal society who resides in Syria. അവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. During the civil war in Syria, a rebel leader by the name അബ്ദുൽ ലത്തീഫ് അൽ സലീം, പുള്ളി അബ്ദുൽ ലത്തീഫ് അൽ സലീമാണ്, അതാണ് അവരുടെ അച്ഛൻ്റെ പേര്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് അനബിയ, അവിടെ അദ്ദേഹത്തിന് അടക്കണം എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സണ്ണായ ബൾബലിനോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ട്രബിൾസ് വന്നാലും അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ലാസ്റ്റ് വിഷ് സഫലീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബുൾബുൾ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ബുൾബുൾ ഫാത്തിമയോടും അതുപോലെ ബ്രദറായ ഹുസൈനോടും ഫാദറിൻ്റെ അവസാനത്തെ വിഷ് പറയുന്നു. രണ്ടുപേരും എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം, ഫാദറിൻ്റെ വിഷ് അല്ലേ എന്ന് പറഞ്ഞ് എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ സിറിയ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ അബ്ദലിൻ്റെ കോപ്സുമായിട്ട്. The journey proves to be more complex than originally thought.
With the addition of military checkpoints every few miles, a few hours journey is turned into a days-long odyssey. ഒരു ഒഡീസി ട്രിപ്പ് പോലെ അവർക്ക് ഫീൽ ചെയ്തു. ഇനി at the first of many military checkpoints, the guard recognized Abdel's corpse and set out to have his body arrested for crimes against the regime. അതായത് പുള്ളിക്കാരൻ മരിച്ചു. അപ്പോൾ ഓരോ ചെക്ക് പോയിന്റ്സിൽ പോകുമ്പോഴത്തേക്കും അവരെന്താ ചെയ്യുന്നറിയോ, ഈ പുള്ളി മരിച്ചു, പക്ഷെ പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു മിലിറ്ററി റെജീമിനെതിരെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മരിച്ചയാളെ അറസ്റ്റ് ചെയ്തു. എന്താ അവസ്ഥയെ നോക്കണേ. പക്ഷെ എങ്ങനെയെങ്കിലും ബ്രൈബ് ഒക്കെ കൊടുത്തിട്ട് ഈ ബോഡി പാസേജിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ബ്രൈബ് ഒരു തീമായിട്ട് എടുക്കാൻ പറ്റും. ഇത്രയും ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഒക്കെ നടക്കുന്ന ഒരു കൺട്രിയിൽ മിലിറ്ററി ചെക്ക് പോയിന്റ്സിൽ ആർമി മെൻ തന്നെ ബ്രൈബ് മേടിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഒന്നാമത് ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പമൊക്കെ ആയിരിക്കാം. ആ സമയത്ത് ജനങ്ങളെ സേവിക്കേണ്ട ആർമി മെൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രൈബ് മേടിക്കുന്നു. നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു വോയ്സണിങ് നേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അവർ ആ ഗ്രൂപ്പിനെ ബ്രൈബ് ഒക്കെ കൊടുത്ത് വോയേജിലേക്ക് പോവുകയാണ്. ഒരുപാട് സിമിലർ ഇവന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ എങ്ങനെങ്കിലും ബൽബൽ contemplates how easy this journey would be if only they were transporting sacks of cumin rather than a dead body. അതായത് സാക്സ് ഓഫ് കുമിൻ ഉണ്ടല്ലോ, ഈ കുമിൻ മീൻസ് ഒരു ഫുഡ് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഡെഡ് ബോഡിയെ കാട്ടിയും ഈസി ആയിരിക്കും കുറച്ച് എന്തെങ്കിലും ക്യുമിൻ അതുപോലുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനെന്ന് ബുൾബുൾ വിചാരിക്കുകയാണ്. This leads to Bulbul to reminiscence on his past, recalling particular details of his youth, such as the neighborhood he grew up in and the practical effects of being raised during war time. അതായത് അദ്ദേഹം ഒരു വാർ ടൈമിൽ കുറേ നാളായിട്ട് ഇവിടെ സിവിൽ വാർ നടക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ സമയത്ത് അവർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. After calling in a favor, the group stops at Bulbul's childhood friend Lamia, whom he was passionately in love and wrote poetry to, but could not marry. Okay, അപ്പോൾ നമ്മുടെ ബുൾബുളിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലവർ എന്ന് പറയാൻ പറ്റില്ല, വൺ സൈഡ് ആയിരിക്കും, ലാമിയെ കാണുന്നുണ്ട്. അവളുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓവർ ദ കോഴ്സ് ഓഫ് ദെയർ സ്റ്റേ, ലാമിയ ആൻഡ് ഹസ്ബൻഡ് സുഹൈർ offer to help the group pass the next few checkpoints with a relative ease due to Suhail's family connections to the regime. Okay, അപ്പോൾ ലാമിയ കല്യാണം കഴിച്ചു സുഹൈറിനെയാണ്. അപ്പോൾ അവർ പറയും ഓക്കെ ഇനി അടുത്ത കുറച്ച് ചെക്ക് പോയിന്റ്സ് ഞാൻ ഹെൽപ്പ് ചെയ്യാം, ബിക്കോസ് നമുക്ക് റെജീമുമായിട്ട് കുറച്ച് ടച്ച് ഉണ്ട്, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് തന്നെ പലർക്ക് പല ഇത്, അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി അല്ലേ, അതായത് സുഹൈറിന് അവിടുത്തെ റെജീമുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് അത് മാറ്റി തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ സിവിലിയൻസിന് ആ ഒരു പെർമിഷൻ കിട്ടുന്നില്ല. It also revealed that Lamia continues to be in an object of Bulbul's obsession. Bulbul spent the nights longing for the old days when he was in love with Lamia. This leads directly into Bulbul's recounting an old story regarding the relationship between Abdel and his second wife Naveen, particularly from when they met to when they got married after the death of Abdel's first wife and mother to his children. അങ്ങനെ കുറച്ച് ദിവസമായില്ലേ, അപ്പോഴത്തേക്കും ഈ ഡെഡ് ബോഡി ഡീകേ ചെയ്യാൻ തുടങ്ങി, സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയല്ലോ. അപ്പോഴത്തേക്കും പിന്നെ ഓരോ ചെക്ക് പോയിന്റിലും അവർക്ക് കുറച്ചും കൂടി ഈസ് ആവാൻ തുടങ്ങി. അതായത് പെട്ടെന്ന് എങ്ങനെങ്കിലും ഇത് കൺമുന്നിൽ നിന്ന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മിലിറ്ററി ആൾക്കാർ അവരെ പെട്ടെന്ന് വിടാൻ തുടങ്ങി. അങ്ങനെ ആഫ്റ്റർ ദ ഗ്രൂപ്പ് പാസസ് a men's half-eaten corpse, an argument breaks out between Bulbul and Hussain about how easy it would be to simply leave their father's corpse there to be eaten by wolves and no one would be the wiser. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബുൾബുലും ഹുസൈനുമായിട്ട് അടിയായി. അതായത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്കിത് എവിടെയെങ്കിലും ഇട്ടിട്ട് പോവാം, അങ്ങനെ ഇതായി. പക്ഷേ ബുൾബുൾ സമ്മതിക്കുന്നില്ല. ഇപ്പം അത്രയും നേരം ഒരു കറേജിയസ് ആയിട്ടൊക്കെ ഹുസൈനെ കാണിച്ചിട്ട് പെട്ടെന്ന് ഹുസൈൻ അങ്ങനെ അല്ലാത്തൊരു മനുഷ്യനായിട്ട് നമുക്ക് കാണാം. ബുൾബുൾ അത്ര കറേജിയസ് അല്ലാത്തൊരു മാനായിട്ട് കണ്ടിട്ടും അവൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അവൻ കറേജിയസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. This leads to Bulbul to provide backstory on Hussain, explaining his tendencies to overreact and lash out at loved ones, and his long history of causing trouble with the family. അപ്പോൾ ഹുസൈൻ ഒരു ട്രബിൾ ചൈൽഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. Meanwhile, the corpse decay has gotten to the point where the scent can no longer be masked with choline. Okay, അപ്പം ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങി. After stopping for the night in their van, the group is attacked by wild dogs after the scent of the corpse, leaving the siblings panicked and increasingly on edge. Okay,
അപ്പം അവരെ ഈ വൈൽഡ് ഡോഗ്സ് ഒക്കെ ഈ ഡെഡ് ബോഡിയുടെ സ്മെല്ല് വന്നപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വൈൽഡ് ഡോഗ്സ് ഒക്കെ വന്നു. അങ്ങനെ അവർക്കത് ഭയങ്കര പാനിക്കായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് വെച്ചാൽ എനിക്കൊരു ഡോഗ് ഉണ്ട്, ചോട്ടു. അവൻ ഇവിടെ കളിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, ബോൾ വെച്ചിട്ട്. സോറി ഫോർ ദ ട്രബിൾ. At the peak of this panic, Hussain picks a fight with Bulbul, who goes down quite easily with a few punches. അപ്പോൾ ഇവർ തമ്മിൽ അടിയായി. Okay. The stress of their journey has begun to break the siblings as they all resolve to sob in silence for the night. Okay. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധമൊക്കെ പോയി, അവർ തമ്മിൽ തന്നെ അടിയാവാൻ തുടങ്ങി. അപ്പം നമുക്ക് അതൊരു തീമായിട്ട് എഴുതാം. ദ ഫാമിലി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ദ ക്ലാഷ് വിത്തിൻ ബ്രദേഴ്സ്, അങ്ങനെ. അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ് വരുമ്പോൾ, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും മനുഷ്യൻ അതിനോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പോലും നാശമായി പോകുന്ന ഒരു അവസ്ഥ, അതൊക്കെ നമുക്കൊരു തീമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് മൂന്നാമത്തെ തീം, ഇപ്പോൾ ഒന്നാമത്തെ തീം ഞാൻ പറഞ്ഞ കറപ്ഷൻ പറഞ്ഞു, സെക്കൻഡ് തീം പിന്നെ വാർ ടൈം, ആ സമയത്തുള്ള ഡിസ്റ്റർബൻസ് പറഞ്ഞു ഓരോ ആൾക്കാർ, പിന്നെ ഹൈറാർക്കിയുടെ കാര്യം പറഞ്ഞു. തേർഡ് വൺ ഇപ്പം ഈ പറഞ്ഞത്, അതായത് ഈ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് മാറുന്നത് പറയാൻ പറ്റും. ഫോർത്ത് നമുക്ക് ക്രൈസിസ് സമയത്ത് എങ്ങനെയാണ് ഹ്യൂമൻ അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് നമുക്കൊരു തീമായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, after passing through several more checkpoints, the group is stopped by an extremist group who end up withholding passage from Bulbul until he completes a religious re-education course. Left with no other choice, Hussain and Fatima, who has been struck mute, continue on without Bulbul, even more determined to reach Anabia now that the corpse shows the signs of maggot infestation. Okay. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് റിലീജിയസ് ഫനാറ്റിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബൾബുൾ ഈ ഒരു സാധനം പഠിക്കാതെ അവൻ ഇനി പോണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ ഇവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും എങ്ങനെങ്കിലും പോകും എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് റിലീജിയസ് ഫനാറ്റിസം നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം കാശ്മീരിലാണെങ്കിലും റിലീജിയന്റെ പേരിലല്ലേ കൊന്നത് അവരെ, ഇതുപോലെ ഖലീമെ അല്ലേ, അത് അറിയാത്തതിന്റെ പേരിൽ അതല്ലേ, അങ്ങനെയല്ലേ അവർ തിരിച്ചറിഞ്ഞത്. അപ്പം നമുക്ക് റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു ഫനാറ്റിസം നമുക്ക് എഴുതി വെക്കാൻ പറ്റും. നെക്സ്റ്റ്, the two siblings reach Anabia before sundown and meet with a cousin and uncle of theirs, the only surviving relatives in the village. Plans are made to bury the body at morning prayer. Bulbul arrives at the village and rejoins his siblings, and having been turned over to his uncle by extremist group. Okay, അവസാനം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ബൾബുൾ അവിടെ എത്തുന്നുണ്ട്, അങ്കിളിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ദാറ്റ് നൈറ്റ് ഈച്ച് സിബ്ലിങ്സ് റിഫ്ലെക്ട്സ് ഓൺ ഹൗ ലിറ്റിൽ ദേ ഡിസയർ ടു സീ ഈച്ച് അതർ ആഫ്റ്റർ ദ ബെറിയൽ. അങ്ങനെ ബെറിയൽ കഴിഞ്ഞു. ബൾബുൾ ഇനി പറഞ്ഞു, എന്നെ ഇനി എൻ്റെ ഒറിജിനൽ നെയിം വെച്ച് മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ, നബീൽ. അപ്പൊ അവൻ അവന്റെ ഐഡന്റിറ്റി തിരിച്ചറിയാണ്. അപ്പോൾ അവർ ക്രൈസിസിലൂടെ കടന്നു പോയപ്പോഴത്തേക്കും അവൻ എത്ര സ്ട്രോങ് ആണെന്നും അവന്റെ കറേജ്, അവന്റെ വിൽ പവറൊക്കെ അവൻ തിരിച്ചറിഞ്ഞ് അവന്റെ ഐഡന്റിറ്റി അവൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ നബീൽ, നല്ലൊരു പേരല്ലേ നബീൽ, എന്നെ ആ പേരിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. ഫാത്തിമ ഹാസ് ഗോൺ പെർമനന്റ്ലി മ്യൂട്ട് ഫ്രം ദ ഷോക്ക് ഓഫ് ദ ജേർണി. ഓക്കെ, അപ്പം ഈ ഒരു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ബൾബുൾ കുറച്ച് അവന്റെ ആ ഒരു ഐഡന്റിറ്റി സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞു, പക്ഷെ ഫാത്തിമ ഈ ഒരു ഷോക്ക് കാണാൻ കംപ്ലീറ്റ്ലി മ്യൂട്ട് ആയിപ്പോയി. അപ്പം നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇതുപോലൊരു സൊസൈറ്റിയിലെ പ്ലൈറ്റ് ഓഫ് വിമൻ നമുക്ക് എഴുതാൻ പറ്റും. അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതെ, ഇപ്പൊ താലിബാന്റെ ഒക്കെ കേസ് ആണെങ്കിൽ സ്ത്രീകൾക്ക് ഉറച്ചതിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം ഉറച്ചതിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇപ്പൊ എന്തെങ്കിലും വീടിനെങ്ങനെ തീ പിടിക്കുകയാണെങ്കിൽ അവര് അയ്യോ എന്റെ വീടിന് തീ പിടിച്ചേ, അയ്യോ എന്റെ വീടിന് തീ പിടിച്ചേ, അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഉറക്കം എങ്ങാനോ അയ്യോ എന്റെ വീടിന് തീ പിടിച്ചേന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, ഖതം ഹോ ഗയാ. അപ്പൊ അതുപോലെ മ്യൂട്ട് ആയിപ്പോയി. സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകളെ, അല്ലെങ്കിൽ റെജീം അല്ലെങ്കിൽ അതോറിറ്റി എങ്ങനെയാണ് സ്ത്രീകളെ മ്യൂട്ട് ആക്കുന്നത്, നമുക്കതൊരു തീമായിട്ട് എഴുതാൻ പറ്റും. ഒത്തിരി തീം കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. സ്റ്റോറിയെക്കാട്ടിയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ ഇതിനായിരിക്കും മാർക്ക് കിട്ടുക. സ്റ്റോറി എഴുതുന്നതിന് വെച്ചതിനായിരിക്കില്ല, പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അതിനായിരിക്കും മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീകളുടെ പ്ലൈറ്റ് നമുക്ക് എഴുതാം. ഒരു പേട്രിയാർക്കൽ സെറ്റപ്പിൽ ഒരു അതോറിറ്റി എങ്ങനെയാണ് സ്ത്രീകളെ മ്യൂട്ടാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, Hussain quite keeps to himself. Okay,
The siblings began their journey home and each show a large degree of relief as they passed through the checkpoints with ease, now that they are not in possession of their father's corpse. Hussein and Fatima drop Bulbul off at his neighborhood in Damascus and leave without exchanging words. Bulbul contemplates how his house smells of his father's corpse and how he wants his face to melt under the hot water like his father's corpse had melted away in road. അതായത് അവർ കാണുകയല്ലേ അവരുടെ ഫാദർ അവിടെ മുന്നിൽ വെച്ച് റോട്ടായി മെൽറ്റ് ആവുന്ന അവർ കാണുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയി ബെറി ചെയ്തിട്ട് വരായിരുന്നു. അപ്പോൾ ഒരു വാർ എങ്ങനെയാണ് മനുഷ്യനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ള മനുഷ്യന്റെ ആ ഒരു ഇന്റേണലി അവരെ എങ്ങനെ തകർത്ത് കളയും, ഒരു വാർ എന്തൊക്കെ ഒരു മനുഷ്യനിൽ അഫക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതുമ്പം ഒരു ഇതിനെപ്പറ്റി സമ്മറി ചോദിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്ത് ഓരോ പോയിന്റ് എഴുതുക. പ്ലൈറ്റ് ഓഫ് വിമൻ, അല്ലെങ്കിൽ ഹൗ എ വാർ ടോൺ എ സൊസൈറ്റി, അല്ലെങ്കിൽ ഹൗ എ വാർ ടോൺ ദ മാൻ, അല്ലെങ്കിൽ ദ സിവിലിയൻസ് ഇൻസൈഡ് സൊസൈറ്റി, അല്ലെങ്കിൽ റിലീജിയസ് ഫനാറ്റിസം. അതൊക്കെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് എക്സാമ്പിൾ കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റോറിയിലെ കുറച്ച് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നവർക്ക് അറിയാം, അവർക്ക് തീമും അറിയാം, കഥയും അറിയാം. അപ്പം നമുക്ക് കുറച്ച് ഇംപ്രഷൻ കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അവരെ പറ്റിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാം. ഈ നോവൽ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതാം എന്നാണ്. മെയിൻ നമ്മുടെ ഫാദർ അബ്ദുൽ ലത്തീഫ് അൽ സലീം, ഫാദർ ഓഫ് ബിൽബിൽ, ഹുസൈൻ ആൻഡ് ഫാത്തിമ. സെക്കൻഡ് ഹസ്ബൻഡ് ടു നവൈൻ. ഓക്കെ, നവീൻ്റെ സെക്കൻഡ് ഹസ്ബൻഡ് ആണ്. അപ്പം നേരത്തെ നമ്മൾ നവൈനും ഒരു ആരാണ് അബ്ദലുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇനി ഇപ്പൊ പുള്ളി കുറച്ച് റെബൽ ലീഡർ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊരു തീമാക്കാം, ദ കണ്ടീഷൻ ഓഫ് റെബൽ ലീഡേഴ്സ് അഗൻസ്റ്റ് ദ റെജീം. കാരണം പുള്ളി ഒരു റെബൽ ലീഡർ ആയതുകൊണ്ട് പുള്ളിയുടെ കോപ്സ് ശവശരീരം പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. ഇപ്പം എങ്ങനെയാണ് അതോറിറ്റി അവർക്കെതിരെ ഇപ്പൊ എമർജൻസി ടൈമിൽ ഇന്ത്യയിൽ 1975 എമർജൻസി ടൈമിൽ ഇന്ദിരാജി എങ്ങനായിരുന്നു അവർക്കെതിരെ സംസാരിക്കുന്നവരെ ഒതുക്കിയതെന്ന് നമുക്കറിയാം. ഞാൻ പൊളിറ്റിക്സ് പറയല്ല, സത്യമാണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു അതോറിറ്റേറിയൻ റെജിം എങ്ങനെയാണ് അവിടുത്തെ സിവിലിയൻസിനെ അവർക്കെതിരെ സംസാരിക്കുന്ന സിവിലിയൻസിനെ ഒതുക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ബുൽബുലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബുൽബുൽ എപ്പോഴും വീക്ക്, ഫിയർഫുൾ, പാരനോയിഡ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഫാദറിന്റെ ഡെത്തിന് ശേഷം അവൻ കറേജ് ആക്കുന്നുണ്ട്, ഡിറ്റർമിനേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ട്രാൻസിഷൻ ഓഫ് ആ ക്യാരക്ടർ അത് എഴുതാം. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഫാത്തിമ എഴുതാം, പുള്ളിക്കാരി കംപ്ലീറ്റ് മ്യൂട്ട് ആയി പോയില്ലേ. നെക്സ്റ്റ് ബുൽബുൽ എഴുതാൻ പറ്റും, അവൻ വീക്ക് ആയിട്ടുള്ള ആളിൽ നിന്നും എങ്ങനെയാണ് കറേജിയസ് ആയിട്ടുള്ള ആളായി മാറിയെന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഹുസൈന്റെ കാര്യം എഴുതാം, അവൻ ഭയങ്കര റെബൽ ആയിട്ടുള്ള ടെമ്പറമെന്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ക്വയറ്റ് ആയി പോയി, നമുക്ക് എഴുതാം. ഫാത്തിമയുടെ കാര്യം എഴുതാം, ഷീ ലവ്സ് ഗോസിപ്പ് ആൻഡ് ജനറലി വെരി ഇമോഷണൽ എംപതറ്റിക്. ഓക്കെ, പിന്നെ ലാസ്റ്റ് അവള് എന്താണ് മ്യൂട്ട് ആയി പോയി. ഷീ ഈസ് ഡിസ്ക്രൈബ് ടു ലിവ് ഇൻ എ മെയിൽ ഡോമിനേറ്റിംഗ് ലൈഫ് ബോത്ത് ഇൻ മാരേജ് ആൻഡ് ഇൻ ഹർ ഇന്റർമീഡിയറ്റ് ഫാമിലി. ഓക്കെ, ഇതാണ് ക്യാരക്ടേഴ്സ്. തീം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ വെറുതെ കഥ എഴുതി വെക്കരുത്, തീംസ് ആണ് എഴുതി വെക്കാനുള്ളത്. തീംസിന്റെ കൂടെ ട്രൈ ടു ആഡ് ദ എക്സാമ്പിൾസ് ഫ്രം ദ പ്ലോട്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ നോക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.